Happy birthday to me. Happy birthday to me. Happy birthday to Karthik Surya. Happy birthday to me. Guys, 1/6/1993 കാർത്തിക് സൂര്യ എന്ന ഈ ഞാൻ പിറവിയെടുത്തു. ഇന്നേക്ക് ആ ദിവസം കഴിഞ്ഞിട്ട് 33 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ വ്ളോഗിൽ സർപ്രൈസ് ആയിട്ട് എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ബ്രോ. വല്ലാതെ ഗസ്റ്റ് അപ്പിയറൻസ് ആയി പോയി. അപ്പോ ഗസ്റ്റ് അപ്പിയറൻസിന് ശേഷം സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി ഇത് വേറൊരു കഥയാണ് കേട്ടോ. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു കഥയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസം അതായത് ജൂൺ 1 എൻ്റെ പിറന്നാളാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാ വർഷവും എൻ്റെ ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവർ ചെയ്ത് കേസ്. ഞാൻ വിചാരിച്ചിരുന്ന 1-ാം തീയതിയാണ്. എനിക്ക് ഷൂട്ടുള്ളത് കാരണം പരിപാടികൾ ഒന്നും കാണില്ല, പിന്നെ ട്രാവലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതിരുന്നപ്പോൾ കേസ് എൻ്റെ കൺസിഡറേറ്റ് ആയ, എൻ്റെ ഫ്യൂച്ചർ തിങ്കിങ് ഉള്ള, എൻ്റെ സ്നേഹ നിറഞ്ഞ എൻ്റെ എല്ലാ സുഹൃത്തുക്കളിലൂടെ എനിക്ക് മഴവിൽ മനോരമയിൽ വന്ന് ഒരു സർപ്രൈസ് തന്ന കേസ്. അതായത് വർഷയും നാരായണൻകുട്ടിയും നമ്മുടെ ബാക്കി ക്രൂ മെമ്പേഴ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത്, എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിന് ഈ എന്ന് പറഞ്ഞാൽ ഈ സർപ്രൈസിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് സർപ്രൈസ് തരുന്നത് ഞാനല്ലേ കാണുന്നുള്ളൂ. എന്തൊക്കെയോ നന്ദു ഹോസ്റ്റാണ് ഗൈസ്. അത് എത്ര എനിക്കറിയാം, അത്ര എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. ഹോസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് സർപ്രൈസ് തരാൻ വരുന്നത് ഇവരൊരു വ്ളോഗ് എടുത്തു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ അകത്ത് എന്താണ് ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എഡിറ്റേഴ്സിൻ്റെ കയ്യിലാണ് ആ ഫുട്ടേജൊക്കെ. അത് ജോബി അമ്മമാരൊക്കെ കൂടിയാണ് എടുത്തത്. നന്ദു ആണ് ഹോസ്റ്റ് ചെയ്തതെന്ന് മാത്രം എനിക്കറിയാം. അപ്പം മഴവിൽ വരുന്നത് എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഈ പിറന്നാളിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിൽ നമ്പർ 1 മഴവിൽ മനോരമയുടെ ഫ്ലോറിൽ ആദ്യമായിട്ട് വർഷ വന്നു. ആ എപ്പിസോഡ് ബൈ ദ വേ ഇന്ന് രാത്രി 8 മണിക്ക് TV യിൽ വരും കേട്ടോ. എനിക്ക് അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇടാൻ പറ്റില്ല, അത് TV കാണേണ്ടി വരും. പക്ഷേ അവർ വന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി പുറത്ത് ഇറങ്ങുന്നത് വരെ എന്ത് നടന്നു എന്ന് നിങ്ങൾ കണ്ടിട്ട് വരും ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കഥ പറഞ്ഞുതരാം. വണ്ടി പണിയാൻ കൊടുത്തേണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എറണാകുളം ട്രിപ്പ് വന്ന് മണി പാതിയിൽ വെച്ച് വണ്ടി എടുത്തോണ്ട് ഇറങ്ങേണ്ടി വന്നു. ഉച്ച തൊട്ട് പ്ലാൻ ചെയ്യണം പോവാനായിട്ട്. മണി ഇപ്പം 6:10 സംഭവം എന്തിനാണ് ജോബി? കാര്യങ്ങളൊക്കെ പറഞ്ഞോട്. ഒരാളോടുണ്ട്, ഞാൻ ഇതിന്റെ പുറകിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മൾ രണ്ടുപേരൂടെയാണ് എറണാകുളത്ത് പോണത്. നമ്മുടെ കൂടെ പോകാനായിട്ട് രണ്ടുപേരോട് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ വിഷ്ണുജിത്ത് ഇപ്പൊ കഴക്കൂട്ടത്ത് നിന്ന് കയറും. സംഭവം കാർത്തിക്കിന് ഇതൊരു സർപ്രൈസ് ആണ്. ഇത് കുട്ടിയാണ് ഇതിന്റെ കോർഡിനേറ്റർ. അപ്പൊ നമ്മളെല്ലാരും കൂടെ കാർത്തിക്കിന്റെ ബർത്ത്ഡേ എപ്പിസോഡിന്റെ അന്ന് നമ്മളെല്ലാരും കൂടെ അവിടെ ചെന്ന് അവനെ ഒന്ന് സർപ്രൈസ് ചെയ്യുകയാണ്. അപ്പം അതിന് ഞെട്ടും എന്തായാലും കാർത്തിക് ഞെട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം. കുട്ടിയാണ് എല്ലാം ചെയ്തേക്കണത്, ഞെട്ടാനാണ് സാധ്യത. ഈ ബ്ലോക്കിന്റെയും തിരക്കിന്റെ ഇടയ്ക്ക് നമുക്ക് മറ്റൊരാളെയും കൂടെ കിട്ടിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മളെ വിഷ്ണുവിനെയും കിട്ടി. എന്തിനാ താമസിച്ചു വിഷ്ണുത്തെ? മണി ഇപ്പൊ എത്രയാണെന്നറിയാം? നമ്മൾ 6 മണിക്ക് അവിടെ തിരിച്ചു 6:58 ആയപ്പോ മെട്രോഡ് ആയതേ ഉള്ളൂ. ഞാൻ നടന്നു നിങ്ങൾ അവിടെ നിൽക്കണേ. കാർത്തിക്കിന് നല്ല ഒരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ. സർപ്രൈസ് ആവോ? അതെ, നമ്മൾ സർപ്രൈസ് ആവോ? അവൻ സർപ്രൈസ് ആവോടാ. കാര്യം എന്ന് വെച്ചാൽ അവന്റെ ഡേറ്റ് ഇപ്പോഴല്ലല്ലോ, നമ്മൾ അതിന് മുന്നേ കൂട്ടി പോകുന്നെന്തായാലും അറിയില്ല. അവൻ ഈ ദിവസമാണെന്നുള്ളതൊന്നും അറിഞ്ഞൂടല്ലോ. എല്ലാ പ്രാവശ്യം അവനല്ലേ വീഡിയോ ആണ്. ഇത്തവണ നമുക്ക് ചെയ്ത് അവന് കൊടുക്കാം. നമ്മള് കാർത്തിക്കിന്റെ അടുത്തുള്ള ഒരു സ്നേഹം വെച്ചിട്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നു. സ്നേഹം കാരണം നമ്മൾ ഉണ്ണിക്കുട്ടന്റെ കടയിൽ വന്നു നല്ല ബെറോട്ടയും. സ്നേഹം കാരണം നീ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അവനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കഴിക്കണം. എനിക്ക് ഈ സമയത്തോടെ അവരുടെ കാര്യമുണ്ട്. അവനൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കാർത്തിക്കിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള യാത്രയിൽ നമ്മൾ ആലപ്പുഴ വന്നെത്തി. കൊട്ടാരക്കര വരെ ഞാൻ ഓട്ടിച്ച്, കൊട്ടാരക്കരയിൽ നിന്ന് ഓട്ടിച്ച് കണ്ണൊക്കെ നിറഞ്ഞു. ഭയങ്കര ഇമോഷണലായി. അപ്പോൾ ഈ കാർത്തികിനെ കുറിച്ചൊക്കെ ഓരോന്ന് സംസാരിച്ച്
ഭയങ്കര ഇമോഷനിലൊക്കെ കരഞ്ഞ്. ഓക്കെ, ചുമ്മാണ്, ഞാൻ കരഞ്ഞില്ല. അല്ലെങ്കിൽ നിനക്കൊക്കെ ഞാൻ കരഞ്ഞെന്ന് പറയാൻ ഭയങ്കര ഇതാണ്. കാർത്തികിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കരഞ്ഞ്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ ആര് വയ്യാത്തോണ്ടാണ് ഗൈസ്. ഇവന്മാർ എപ്പോഴും കണ്ണ് വയ്യാതിരിക്കുമ്പോഴേ വീഡിയോ എടുക്കുള്ളൂ. ജോബി ചിരിച്ച് വണ്ടിക്കകത്ത് നിന്ന് ചിരിച്ച് സെന്റിമെന്റ്സ് ഒക്കെ കണ്ട് ജോബി ചിരിച്ച് കുറെ ചിരിച്ച് തലവേദനയും വയറുവേദനയൊക്കെ ആയി. സെന്റിമെന്റൽ സ്റ്റോറി. ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരയാണ്. കുട്ടി ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്. കാർത്തിക് നീ ഇത് കേൾക്കണം. കുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു പണി തരണം എന്നാണ് പറഞ്ഞത് കേട്ടോ. ആ സ്റ്റേജ് വെച്ച് നിന്റെ തൊലി ഉരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവൻ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വിളിച്ച് എല്ലാവരുടെ അടുത്ത് അവൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കണം. അവിടെ നീ അവനെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. അവൻ നിന്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ പേരിൽ അവൻ നിന്നെ നാണം കെടുത്താനുള്ള ശ്രമമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും കുഴപ്പമില്ല അളിയാ, നീ ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെന്ന് വിചാരിച്ച് പറഞ്ഞത്. എടുത്തു വയ്ക്കണമെന്ന് എനിക്ക് തോന്നിയോണ്ടൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇപ്പോൾ നാളെ പോയിട്ട് ബാക്കിയുള്ളവരെയും കൂടെ വീഡിയോ എടുക്കാം. കട്ടൻ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ രാവിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഫോറം മാളിൽ പോകാനായിട്ടുള്ള പരിപാടി നിൽക്കും. പുറമാളെത്തി. മണി ഇപ്പം 10:30. വിഷ്ണുത്ത് രാവിലെ ഉറക്കമൊക്കെ രാവിലെ അവൻ കുറെ കരഞ്ഞു. വിഷമം കാരണം അതിന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കരച്ചിലൊന്നും മാറിയത്. വിഷ്ണുത്തിനെ കാണിച്ചു കൊടുക്കും. കണ്ണ രാവിലെ വിളിച്ചത്. കണ്ണൂരെ രാവിലെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു കാർത്തികിന് നമ്മളിങ്ങനെ ഫോട്ടോ ഫ്രെയിം കൊടുക്കണമെന്ന്. കണ്ണൻ പറയണം അങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കരുത്, പണി കൊടുക്കണോ. എന്നിട്ട് കണ്ണന്റെ നിർബന്ധപ്രകാരം നമ്മൾ പണിയിലേക്ക് തിരികെയാണ്. നമ്മൾ അതിന് അവൻ നമ്മളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി പണിയിലേക്ക് വിടുകയാണ്. കാർത്തിക് ഒന്നാമത്തെ കാരണക്കാരെ കുട്ടി, രണ്ടാമത്തെ കാരണക്കാരെ കണ്ണൂരായി. നമ്മളിതിലില്ല, നമ്മൾ ബലിയാടുകൾ മാത്രമാണ്. ഇല്ല, അപ്പൊ നിനക്ക് എന്തുണ്ടെങ്കിൽ ഈ രണ്ടുപേരെടുത്തൊക്കെ ചോദിച്ചാൽ മതി, തീർക്കണോ. തോന്നടാ ഇത് കിടിലം കേട്ടോ. ഇത് രക്ഷയില്ല. ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സാധനം ഇങ്ങനെ വരും. ഇത് സത്യം പറഞ്ഞാൽ ഫോട്ടോയിൽ കാണുമ്പോഴേ ഇത്രയും ഒറിജിനാലിറ്റി തോന്നില്ല. ചെറിയ സമയത്ത് ചെയ്തു തന്ന ജോബിക്ക് വളരെ വളരെ നന്ദി. അങ്ങനെ അതുപോലെ നമ്മൾ താമസിച്ചിരിക്കുകയാണ്. യൂണിഫോം ഇട്ട 2 പേർ ഫ്രണ്ടിലുണ്ട്. ആദ്യം ഡ്രസ്സ് എടുത്തവന്മാരാണ് ഇവന്മാർ 2 രണ്ടും ഒരേ കളർ ഡ്രസ്സ് എടുത്ത്. ഇവ രണ്ട് ഷർട്ട് എടുത്തിട്ട് ലാസ്റ്റ് പച്ച തന്നെ ഇട്ട്. എല്ലാ ബുദ്ധിമുട്ടും വിഷ്ണുത്ത് കാർത്തിക്കിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. നമ്മുടെ ഗിഫ്റ്റൊക്കെ നമ്മൾ റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തു. കണ്ണൂരാൻ ചോദിച്ചു എന്തിനാ ഇതൊക്കെ വാങ്ങിക്കണം, അവന്റെ തന്നെ എന്തെങ്കിലും സാധനം പാക്ക് ചെയ്താൽ പോലെ. കണ്ണൂരാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത്. പണ്ട് എങ്ങനെയാണ് അവൻ ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഗിഫ്റ്റ് എടുത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും അവരെ തന്നെ കൊണ്ടുകൊടുക്കും. അതാണ് ഇവന് ആ സ്വഭാവം ഉണ്ടല്ലേ. അതാണ് പറഞ്ഞത്, അവന്റെ വീട്ടിൽ നിന്ന് സാധനം നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഗിഫ്റ്റ് റാപ്പ് പോലെ നമ്മളാണ് വാങ്ങിക്കണം. അവൻ അതുപോലെ വാങ്ങിക്കാൻ വയ്യെന്ന് അവൻ നമ്മളടുത്ത് പറയുന്നത്. നിങ്ങൾ കൊണ്ടുവരുമല്ലോ അതും കൂടെ. അത്ര ഒരു എച്ചി കാർത്തിക നോട്ട് ദ പോയിന്റ്. അത്രയും വലിയൊരു എച്ചിയാണ് അവൻ. മനസ്സിലാക്കണം. എന്ത് ചെയ്യണം നീ മനസ്സിലാവണം. എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്താലും ലാസ്റ്റ് ചെയ്യുമ്പോൾ കറയും തിരിഞ്ഞ് ആ പൊട്ടത്തെ കൊണ്ടുവരും. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര കണ്ണനൊക്കെ ഇട്ട് ഭയങ്കര ഷർട്ടും പാൻറ്റും ഇട്ട് വാ തുറന്ന തീർന്നു. ഇവന്റെ ഈ റീൽ കാണുമ്പോഴേക്കും കല്യാണം സംസാരിക്കാൻ റീലിട്ടാ ഓക്കെ. ബ്ലീച്ചൊക്കെ ചെയ്തോണ്ട് ഇവിടെ കണ്ട പിന്നെ നീ എന്തിനാണ് ചെയ്തത് അവിടെ പോയിട്ട്? ഞാൻ ഒന്ന് ക്ലീനപ്പ് അത് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള എല്ലാ സാധനവും ചെയ്ത് അവനാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുടി മാത്രം സെറ്റ് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ എത്താറായി. ടോള് കഴിഞ്ഞ് നമ്മൾ ചോദിക്കാൻ നിനക്ക് വാങ്ങിച്ചോണ്ടാ എന്താ കുഴപ്പം? നീ കൂടുതൽ സംസാരിക്കല്ലേ, നീ കൂടുതൽ വർഷം എന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റൂല. എന്താണ് എടേ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കവർ വാങ്ങിച്ചോണ്ട് വരണോ? നമ്മള് 4 വാങ്ങിച്ചു. പക്ഷെ അതിന് നമുക്കുള്ളല്ലേ ആയുള്ളൂ, നമ്മൾ 3 പേർക്കുള്ളല്ലേ ആയുള്ളൂ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അത് ചെയ്യണം. ശരിയാണ്. എടാ നാണം ഉണ്ടടാ മ്ലാച്ച, അവന്റെ ചട്ടിയെ പോലും വെറുതെ വിടൂലടാ നീ. നീ തനിക്കൊരു ചട്ടി ഇട്ടോ. ബാക്കിയുള്ളവര് മഴവില്ലുള്ളവര് എന്തുവേണോ ചെയ്യട്ടെ, അതൊക്കെ അവരിപ്പം അവന്റെ പ്രൊഫഷണൽ അല്ലേ. നമ്മള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേടാ. നിന്റെ പേരാണ് പോണ കണ്ണ. കണ്ണന് ഉത്തരവില്ല. കാർത്തിക കണ്ണന് ഉത്തരവില്ല. ഇതെല്ലാം ചട്ടി എടുത്തോണ്ടാണ്. അടുത്ത നിന്റെ പേര് ചട്ടിക്കണ്ണെന്ന്. ചട്ടിക്കണ്ണൻ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അവൻ ഏതെങ്കിലും പയ്യന്മാർ ചട്ടി പോയി പിടിക്കും. അതവന്റെ അച്ചട്ട് സ്വഭാവം. ചട്ടിക്കണ്ണെന്ന് പട്ടിക്കണ്ണെന്ന് മാറ്റി ചട്ടിക്കണ്ണെന്ന്. കണ്ണ കോർഡിനേറ്റിംഗ് കണ്ണൻ ഈ പരിപാടിയുടെ സംഘാടകൻ എന്ന രീതിയിൽ പൂർണ്ണ ഉത്തരവാദിത്തവനാണ്. ഇതാണ് വർഷം കൊടുക്കുന്ന ഗിഫ്റ്റ്. ഇത് ഇന്ന് രാവിലെ കൂടെ ചേട്ട ഓടായിട്ടുണ്ട് പോയ ഷൂസ്. ഇത് അവന്റെ തന്നെ സ്വന്തം ലാപ്ടോപ്പ്. വേണ്ടി ഞങ്ങളടക്കുന്ന ഗിഫ്റ്റിന്റെ എഫേർട്ട് എന്തോരം കഷണം മേടിച്ചത്.
ആപ്പിളിൽ പോയി, അവളതാ നൈക്കി പോയി, ഇവടെ പോയി, ഇവ ഹോണ്ടയിൽ പോയി. നീ ഇത് ഇറങ്ങുമ്പോ ശരിക്കും ക്ഷീണിക്കും കേട്ടാ. ഈ ഡ്രോൺ ആരോടെ ഇതവിടെ പോയി, DJ പോയി. സന്ദീപ് പറഞ്ഞു, അതായത് വണ്ടി കൊണ്ടിട്ട് ഫ്രണ്ടിൽ ചവിട്ടിയ സന്ദീപ് എനിക്കറിയാം ഇതിങ്ങനെ വരും. ബെന്നിച്ചേട്ടൻ പറഞ്ഞാവോ എന്റെ തെങ്ങിന്റെ മൂട് ഗേറ്റ് പോയി. വിഷ്ണുത്തെ പതിനെ പോലെ എനിക്ക് നീ ചവിട്ടണ ഞാനാ ബാക്ക് സിറ്റിയിൽ വരാം. ഞെരിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. നീ എടാ മെട്രോയും നമ്മൾ ഇങ്ങനെ പോവേന്ന് എവന്റെ പോക്കി ഞാൻ കാണണല്ലേ. ഇപ്പൊ ഇത്തിരി കൂടെ വഷളായി. സൈലൻസ്, ഞാൻ വ്ളോഗ് എടുക്കട്ടെ. പറയൂ എന്താണ് എക്സ്പെക്ടേഷൻ? നമ്മൾ ശരണ്യ ഇന്ന് എങ്ങനെയാണ് പണി കൊടുക്കാൻ പോകുന്നത്? പണിയില്ല, സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നല്ലേ, അവന് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ വന്ന് കണ്ണൂരാനെ കാണിക്കണം കേട്ടോ. ഇവനെ എങ്ങനെ കൂടെ വഹിക്കാൻ പറ്റുമോ അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര റൂഡല്ലേ അവൻ. എന്റെ ബർത്ത്ഡേക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനും വളരെ സന്തോഷമുണ്ട്. നമുക്ക് അവനെ ഞെട്ടിക്കുന്ന നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് അവൻ ഞെട്ടണം. ഇതിൽ അഗ്രംഗയാണ് പുതുതായിട്ട് വന്നത്. അഗ്രംഗ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതും? ഓണത്തിനിടെ പുട്ട് വെച്ചോളം എങ്ങനെയാണ് അഗ്രംഗ ഈ സാഹചര്യത്തിൽ വന്ന് വിട്ടത്? നീ ഇതറിഞ്ഞിരുന്നേ? സത്യം പറഞ്ഞു എന്നെ കുട്ടി വിളിച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് വരാമോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടി നന്ദുണ്ട്, ഇവരുണ്ടാവരുണ്ടോ. ഞാൻ വിചാരിച്ച എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ വന്നില്ലേ, മോശം. ഗിഫ്റ്റ് ഒന്നും ഇല്ലാതെ എല്ലാം സെറ്റായി അവൻ തന്നെ ഗിഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. പറഞ്ഞോടാ. ഞാൻ കഴിഞ്ഞ ഇവിടെ ചോറുണ്ടോ അങ്ങനെ വന്നത്. ബർത്ത്ഡേ സ്പെഷ്യൽ ചോറുണ്ടൊക്കെ കാണുമെന്ന് വിചാരിച്ചു. നമുക്ക് വൈകിട്ട് അവനെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കാം. എന്താണ് കാർത്തികിന്റെ ബർത്ത്ഡേ ആയിട്ട് ജോബിയുടെ ഒരു കാർത്തികിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ്? അല്ലെങ്കിൽ എന്താണ്? ഒരു ഐപാഡ് കൊടുക്കാന്ന് വിചാരിക്കും. ചേച്ചി ഇതുപോലെ ഒരു 6 എണ്ണം ഉണ്ടായി. നമ്മൾ എല്ലാവരും ഒറ്റ ഡ്രസ്സിൽ ഒറ്റ ഡ്രസ്സിൽ പോവായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നേരെ സ്റ്റേജിലോട്ട് കയറാൻ വേണം. നന്ദുവിന് ടെൻഷനുണ്ട്, നന്ദുവിൻ്റെ മുഖത്തേനും നല്ല ടെൻഷൻ ഉണ്ടെന്ന്. വിശപ്പാണ് ഏറ്റവും കൂടുതൽ. വിശപ്പെന്ന് സത്യം എന്തെല്ലാം ഉണ്ട്. ഈ സമയം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് എന്താവും നോക്കിയിട്ട് വരാം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഫ്ലോറിൽ നിന്ന് വിജൃംഭിച്ചു പോയി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാസ്ക് ഇട്ട കുറേ എണ്ണം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ട് എൻ്റെ ചുറ്റും കറങ്ങുന്നപ്പോൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇത്, ആരാ ഇത്? കാർത്തിക് സൂര്യ ഫാൻസ് അസോസിയേഷൻ ഇന്ന് ഫ്ലോറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന് ഞാൻ നോക്കിയപ്പോഴേ ഒരു തല ചുരുണ്ട മുടി കിടക്കുന്നത്. ഈ തല ഞാൻ ഈ ഹൈറ്റ് ഞാൻ ഈ പൊക്ക ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇപ്പുറത്തോടെ ഒരുത്തം വരണേ. നോക്കിയപ്പോൾ നന്ദുവിൻ്റെ സൈസുള്ളവരുടെ. അപ്പം ഞാൻ നന്ദോടെ വരെ ഒരു ചാൻസും ഇല്ല. കാരണം വർഷം എറണാകുളത്തുണ്ടെന്നെങ്കിലും പറയാം. പക്ഷേ നന്ദു അവൻ്റെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വരണ ഒരു ചാൻസും ഇല്ലാതിരിക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. വർഷ, നന്ദു, കണ്ണൻ, ശരൺ എല്ലാവരും, സനുബ്രോ, അയ്യോ എന്തൊരു സ്ഥലം, സന്ദീപ്, ജോബി, നിധി, എൻ്റെ ടീം, നാരായണൻകുട്ടി ഒരു ഷെർവാണി കിട്ടാണ് വന്നത്, വ്യത്യസ്തനായ നാരായണൻകുട്ടി. പക്ഷേ എല്ലാവരും കൂടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ആ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടോ? ഞാൻ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നെ വർഷം കൊണ്ട് ഡാൻസൊക്കെ കളിപ്പിച്ച്. വർഷം സ്വപ്നത്തിൽ പോലും ടെലിവിഷൻ ഫ്ലോറിൽ വരില്ല എന്ന് ഒരു ഇതുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടും എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയൊക്കെയാണ് ഗൈസ് അവളത് അല്ലെ അവരെല്ലാവരും അത് ചെയ്തത്. അപ്പോൾ ഇറ്റ് റിയലി ടച്ച്ഡ് മൈ ഹാർട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഞാൻ റൂമിൽ പോയപ്പോൾ വീണ്ടും സർപ്രൈസ്. അവരെല്ലാം കൂടെ എന്തോ കേക്ക് മുറിച്ച് എനിക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ക്രൂവും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർത്തിട്ട് അത് എൻ്റെ സെക്കൻഡ് സർപ്രൈസ് നമ്പർ 2. അത് നിങ്ങൾ കണ്ടിട്ട് വരൂ ഗൈസ്. എന്തൊക്കെയാ ഒരു കൊച്ചു ബർത്ത്ഡേ കിടക്കുന്നത്. പൊളി. ഗോ വാച്ച് ദാറ്റ് ഗൈസ്. ഗൈസ് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു വ്ളോഗ് നടക്കുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇവരൊക്കെ കൂടെ ഫ്ലോറിൽ വന്ന് സർപ്രൈസ് ചെയ്ത് തന്നെ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? സുഹൃത്തുക്കളെ, കേക്ക് ഇത് ഫ്ലോറിൽ വെച്ച് മുറിച്ചതല്ലാതെ ഇപ്പൊ പുതിയൊരു കേക്ക് വീണ്ടും ഞാൻ മുറിക്കുന്നു. എത്ര കേക്ക് മുറിക്കുന്നു നോക്കാം. കേക്ക് നമ്പർ 2. Happy birthday to you. Happy birthday to you. Happy birthday to you.
വലിയ കടിയായിരുന്നല്ലോ. ഇത് എത്രാമത്തെ കേക്ക് ബ്രോ? ഓക്കെ, ഞങ്ങൾ കേക്ക് കഴിച്ചിട്ട് പുറത്തിറങ്ങി റെഡിയായിട്ട് പുറത്തിറങ്ങി വരാം. ഓക്കെ, ബർത്ത്ഡേ അവിടെ ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ രാത്രി ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇനി പറയടാ, ഇതൊക്കെ എപ്പോഴാ പ്ലാൻ ആയത്? രണ്ടാഴ്ച ആയടാ ഇതൊക്കെ പ്ലാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാലേ പ്ലാനിങ്ങില് നിന്റെ അച്ഛനും നിന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് പിന്നെ വരാൻ വീട് പണി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സമയം പറ്റണില്ല. പിന്നെ അച്ഛൻ വിട്ട്. സോനു ഉണ്ടായിരുന്നു, സോനുവിന്റെ കൊച്ചിനൊന്നും വാക്സിനേഷൻ, അപ്പൊ അതുകൊണ്ട് സോനു വരാൻ പറ്റി. പക്ഷെ നമുക്ക് നല്ല സോനുവിനെ വിട്ടൊക്കെ വന്നപ്പോ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് നിങ്ങൾ ഇപ്പൊ കണ്ടതാണ്, ഞാൻ ഇപ്പൊ അത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ട് പിന്നീട് അഭിപ്രായം പറയാം. ബ്ലോഗ് ചെയ്യാനാ ചുമ്മാ കഴിച്ചു കഴിയാനാണ് നമ്മൾ ബ്ലോഗ് എടുക്കുന്നത്. നന്ദുവും എടാ നിങ്ങളെന്താ ഇരട്ട പറ്റതാടാ? ഞാൻ ആദ്യമേ നീ നമ്മള് മൂന്നുപേരും കൂടെ ഡ്രസ് എടുക്കാൻ മാക്സി കയറി. അപ്പൊ ഞാൻ ആദ്യം കാപ്പിപ്പൊടി എടുത്തിട്ട് നോക്കിയപ്പോ കൊള്ളാം. അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ഗ്രീൻ ഇട്ട് നോക്കിയപ്പോ വീണ്ടും അടിപൊളി. അപ്പൊ ഇവൻ എന്തായാലും ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഇത് എടുത്ത് എല്ലാം 2 ബാഗെല്ലാം പാക്ക് ചെയ്തപ്പോ ഇവൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി. ഇത് ഇട്ടുകൊണ്ടാണ് പോയത്. ഞാൻ പറഞ്ഞാ കുഴപ്പമില്ല, പക്ഷെ 2 വേണ്ട. ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇവന്റെ പുറകെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഇട്ട് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് 2 പോയ. ഒരു കാലം ഇല്ലാത്ത ബ്ലാക്ക് മാറ്റി വേറൊരു കളർ ഇട്ടതാണ്. അതാ വഴിക്ക് പോവുകയും ചെയ്തു. എടാ നിങ്ങളെപ്പോ എത്തി? പാവം PPA നാരായണൻകുട്ടി പട്ടിണി കിട്ടിയൊക്കെയാണ് സുഹൃത്തുക്കളെ. പ്ലാൻ ചെയ്യാൻ നാരായണൻകുട്ടി. അതെ, നാരായണൻകുട്ടിക്ക് ഒരു ഷൗട്ട് ഔട്ട്. ചവിട്ടല്ല, ഇവിടെ ചവിട്ട ഞാൻ അവനെ നമ്മൾ ഇന്നലെ ഇവിടെ വന്നു പറഞ്ഞു, അളയ എല്ലാം സെറ്റാണ്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് അവിടെ നിന്ന് നേരെ എറണാകുളം എത്തി. നാരായണൻകുട്ടി പറഞ്ഞ ഹോട്ടലിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ അവിടെ ചെന്ന്, അത് എത്ര മണിക്ക്? 2 മണിക്ക് ചെന്നപ്പോഴത്തേക്കും പൊളിഞ്ഞ TV, പൊളിഞ്ഞ ബാത്റൂം, കക്കൂതൊക്കെ പൊളിഞ്ഞ കിടക്കണം. അവിടെ വെച്ച് അവനെ കുറെ, എന്നിട്ട് അവനെ വിളിക്കുമ്പോൾ അവന്റെ ഫോൺ ബിസി. രാത്രി 2 മണിക്ക്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തേഞ്ഞിറങ്ങി ഒരു 10-15 ഹോട്ടലിൽ കറങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റേ കണ്ടുപിടിച്ചത്. ഇത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ് ഇന്ന് നമുക്ക് മറ്റേ ഇവിടെ നീ നിൽക്കുന്ന ഹോട്ടലുണ്ടല്ലോ, ചീനിവലയിൽ നമുക്ക് സ്റ്റേ സെറ്റ് ചെയ്ത് തരാം. എന്നിട്ട് പറഞ്ഞു അകിരങ്കേരെ റൂമുണ്ട്, അകിരങ്ക വേണമെങ്കിൽ കുറച്ചു നേരം മാറ്റി നിർത്തിയിട്ട് അവിടെ നമുക്ക് ഫ്രഷ് ആവാനുള്ള സമയം തരാം. തലേ ദിവസം പറയണത് നമ്മള് വിളിച്ച സമയത്തെ ഇവന്മാരുടെ വിഷമം പറയട്ടെ സുഹൃത്തുക്കളെ. എന്നിട്ട് ഇവന്റെ അടുത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പറയണം, അവിടെ വിളിച്ച് സംസാരിച്ചാൽ മതി, എല്ലാം സെറ്റാണ്. ഞാൻ പറഞ്ഞു, എടാ നീ അല്ലടാ അവിടെ നിൽക്കാൻ, നീ സംസാരിച്ചു. ഓക്കെ, ഇപ്പൊ വിളിക്കാം. അപ്പൊ ഇവ ഓൾറെഡി സെറ്റാണ്, നമ്മളങ്ങ് പോയാൽ മതി പറഞ്ഞു. 2 മിനിറ്റ്. അതെ, റൂം ഇല്ല കേട്ടോ, മറ്റേ അതിലെങ്കിൽ അവിടെ നിൽക്കുകയാണ്, പറ്റൂല. അളിയാ എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒന്ന് പറയാം. എനിക്ക് വിശന്നിട്ട് വെങ്ങ എല്ലാത്തിനും കൈയെടുത്തോളാം. ഓക്കെ, ബാക്കിയുള്ളവർ വന്നോണ്ടിരിക്കണേ ഉള്ളൂ. നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അതോടുകൂടി ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപരമായി വീണ്ടും ജീവിക്കുകയാണ് ഗൈസ്. നമ്മൾ നോർമലി കാര്യങ്ങളും ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള വിശേഷം നാളത്തെ വ്ളോഗ് ഞാൻ തുടങ്ങുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഈദിന് ഷാസിന്റെ ഉമ്മ, അതായത് ഷാസിന്റെ സലബ്രോയുടെ ഉമ്മ എന്നെ വർഷം കൂടെ വിരുന്നുണ്ണാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അവളും കൂടെ, ഞാൻ വ്ളോഗ് പോലും എടുക്കണ്ടായിരുന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് വിരുന്നുണ്ണാനായിട്ട് പോവാണ്. വിരുന്നുണ്ണാനായിട്ട് അവിടെ ചെന്ന് കയറിയപ്പോണ്ടല്ലോ ഗൈസ്, വീണ്ടും സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് കേക്കൊക്കെ മേടിച്ച്, എന്റെ നന്ദുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ 2 പേർക്കും ഓരോ കേക്കൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 2 പേര്, ആക്ച്വലി നന്ദുവിന് എന്റെ സർപ്രൈസ് ഉണ്ടായിരുന്നു അറിയായിരുന്നു, പക്ഷെ അവന്റെ സർപ്രൈസിന്റെ കൂടെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. എനിക്കാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ് അന്ധകാരത്തിലായിരുന്നു സുഹൃത്തുക്കളെ. എന്തിനാ എന്നെ എല്ലാവരും എപ്പോഴും അന്ധകാരത്തിൽ വെക്കുന്നത്? പിന്നെ സർപ്രൈസ് തരാനാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ബൈ ദ വേ, അങ്ങനെ ഞാൻ വീണ്ടും ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലോട് ഞെട്ടല്. വാട്ട് ദ ഹെൽ ഗൈസ്. പക്ഷേ എന്തായാലും നമുക്ക് വേണ്ടി എഫേർട്ട് ഇടാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു സന്തോഷമാണ് കേട്ടോ. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അതെ, അപ്പോൾ എന്നെ അതിൻ്റെ വലിയ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുത്തില്ല. അതൊക്കെ അവരവരുടേതായ വ്ളോഗുകൾ, സലബ്രോയുടെ കാണും, ശരണയുടെ കാണും, എനിക്ക് തോന്നുന്നു കണ്ണൻ എടുത്തിട്ടുണ്ട്, നാരായണൻകുട്ടി എടുത്തിട്ടുണ്ട്. ഇവരുടെ ഒക്കെ വീഡിയോകളിൽ അവർ സർപ്രൈസ് തരുന്നത് കുറേ ഗിഫ്റ്റുകളുണ്ട്. ഗിഫ്റ്റിലേക്ക് ഞാൻ വരാൻ ഗൈസ്. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ഈ സർപ്രൈസുകൾ ഒന്ന് കണ്ടിട്ട് വരൂ. സർപ്രൈസ് അല്ല, എൻ്റെ അന്നേരത്തെ ഒരു ഇതിലെ ബിരിയാണി ഉണ്ടാൻ വിശന്നിരുന്നതും അത് നോക്കിയായിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം. ഓ മൈ ഗോഡ്, ഹാപ്പി ബർത്ത്ഡേ നന്ദു. നന്ദുവിനും കൂടെ ഉള്ള ഹാപ്പി ബർത്ത്ഡേ ആണോ?
ആ നന്ദു അവിടെ അവൻ കൊച്ചിനെ കൊണ്ട് ഡ്രസ് വാങ്ങിക്കാൻ പോയേക്കണം. താങ്ക് യു ഗൈസ്, ഐ ലവ് യു ഗൈസ്. എല്ലാവർക്കും ഹഗ്. വാ ഓരോരുത്തരായിട്ട് വാ. ആ അമ്മ ഓ പിഴിഞ്ഞ് നീ എങ്ങനെ അളയാ കളയാ. നിങ്ങളൊക്കെ ബിരിയാണി കഴിച്ചോ? ആണോ ആണോ? എന്താണ് ഞാൻ ഡോറും തുറന്ന് ഓടാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ. മക്കളെ കണ്ണൻ ബ്രോ അവിടെ പോയോ? വിത്ത് ക്രീം. താങ്ക് യു സോ മച്ച് ഗൈസ്, ഐ ലവ് യു ഓൾ. ഞാൻ എന്ത് വേണോ ഓട്ടിക്കുന്നത്, എനിക്ക് വിശക്കണം. നമുക്ക് ബിരിയാണി കഴിച്ചാലോ? കേക്ക് നന്ദു കൂടെ വന്നിട്ട് കുറിക്കാം. നിങ്ങളെ കഴിച്ചോ? ആരും കഴിച്ചില്ലേ? കഴിച്ചാ? കഴിച്ചോടി. എനിക്ക് അഞ്ച് പൊറോട്ടെ. ഗൈസ് നന്ദുവിന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ വളരെ അടുത്താണ്. ഗൈസ് ഈദ് വിരുന്നാണെന്നും പറഞ്ഞാണ് ശരിക്കും ഞങ്ങൾ വന്നത്. പക്ഷേ ഇതൊരു ബർത്ത്ഡേ സ്പെഷ്യൽ വിരുന്നൂടെ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്താടാ എടാ രാവിലെ ഡയറ്റ് ആയതുകൊണ്ട് എനിക്ക് ഡയറ്റ് ആയിട്ട് അവളും തിന്നണ്ടല്ലെന്ന്. കഴിക്കല്ലരും എടുത്ത് വിശക്കണില്ലേ? എന്താണ് കുരുമുളക് എന്തരെന്ന്? കുരുമുളക് ആ അപ്പം കറക്റ്റാണ്, അത് കറക്റ്റാണ്. എഴുതി പൊടി ഒരു സൈഡിൽ കൂടെ അങ്ങ് തള്ളയാണ്. കഴിക്കട്ടെ, വിശക്കുന്നു. ഗൈസ് ഇത് വരുന്നതാണ് ആക്ച്വലി സനുബ്രോയുടെ വീട്ടില. പപ്പടം വേണം, പപ്പടം വേണം. ഓ ഇത് കഴിക്കട്ടെ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ റബിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ ഇത് ഒരെണ്ണം മുറിക്കാനായിട്ട് 16 ദിവസം നീ ലേറ്റ് ആയല്ലടാ. നിന്റെ കെട്ടിയോക്ക് ഞങ്ങൾക്കൊക്കെ അറിയാടാ. ഞാൻ ഇതിൽ എന്തൊരു മുറിയും നെടുവേ പൊളക്കാം അല്ലേ? അത് നിന്റെ ഉണ്ടാ. ഓക്കെ മുറിക്കട്ടാ. ഓ എന്റെ കരിയറിൽ ഇത്രയും വലിയൊരു കഷണം ഞാൻ മുറിച്ചിട്ടില്ല. ഇതാടാ. കൊന്നെ മാങ്ങ കേക്ക്. ഓർക്കണേ ഗൈസ്, എന്ത് അടിപൊളി ഫ്രണ്ട്സാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞാ ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. കാരണം മഴവില്ലി വന്നപ്പോ അതോടുകൂടി സർപ്രൈസ് ഒക്കെ വൈൻഡപ്പ് ആയി. മഴവില്ലിൽ വന്നപ്പോഴത്തേക്ക് അവരെനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് കാണുമായിരുന്നു. എൻ്റെ ഷൂ പൊതിഞ്ഞത്, എൻ്റെ സോക്സ് പൊതിഞ്ഞത്, എൻ്റെ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൽ ഇരുന്ന് എല്ലാം ഓരോ പാക്കറ്റ് ആക്കി കൊണ്ടുവന്ന് ക്ലാപ്പ്മാർ. പക്ഷേ ഇങ്ങനെ ഇവര് ഒരു സർപ്രൈസ് എനിക്ക് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നെ ഇവരൊക്കെ തന്ന ഗിഫ്റ്റിന്റെ അൺബോക്സിങ് നിങ്ങൾ കാണണ്ടേ. കാരണം എനിക്കറിയാം ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ ഓഡിയൻസിന് ഗിഫ്റ്റ് അൺബോക്സിങ് കാണാനായിട്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം ഗൈസ്. പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. നന്ദുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതുപോലെ തന്നെ സന്ദീപിന്റെ ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ ഓരോ കുഞ്ഞു ഗിഫ്റ്റ് വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഡെയിലി വ്ലോഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അൺബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കാം. ബാക്കി അൺബോക്സിങ് ചെയ്യുന്നവൻ ഹാൻഡിൽ ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ. നീ കയറി നോക്കാം. സർപ്രൈസ്.
നീ അറിഞ്ഞായിരുന്ന സർപ്രൈസ്? എനിക്കറിയില്ലായിരുന്നു. എങ്ങനെ അറിയായിരുന്നു? ഓഹോ, എടാ അവൻ വരൂന്ന് പറയുമ്പോഴേ ഊഹിക്കാന്. ഞാൻ ഊഹിക്കൂല. അത് നിങ്ങൾ ഊഹിക്കൂല, നമുക്ക് മനസ്സിലാവും. എടാ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് ഇന്നലെ പറഞ്ഞുകൂടെയായിരുന്നു. എനിക്ക് മനസ്സിലാവൂലേ കടലിൽ പോയ കടലിൽ പോയ കളി കളിയ ലിമിറ്റഡ് എഡിഷൻ സാധനമാണ്, ഭയങ്കര രസമുണ്ട് കാണാൻ. ഫെറാറിയും റൈബാനുമായിട്ടുള്ള കൊളാബാണ്. സത്യം പറഞ്ഞ കടലിൽ പോയ സാധനത്തിന് പകരം കിട്ടി. അത് ഭാവി സ്പോയിലറാണ്. അത് ഇപ്പൊ നിങ്ങൾ മാച്ചോളാം, മനസ്സൊന്ന് മാച്ചോളാം. ഇതായിരിക്കും ആദ്യം പറഞ്ഞത്. ഇഷ്ടപ്പെട്ടാടാ? ഓ പിന്നെ ഞാൻ എടാ സത്യം പറഞ്ഞ ഇന്നലെ ആദ്യം പെർഫ്യൂം വാങ്ങിച്ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തിന് ഇത്രയും പൈസ 3000 രൂപയുള്ള കണ്ണാടിക്ക് അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു, 5000 രൂപ പെർഫ്യൂം ആണോ? ഞാൻ പറഞ്ഞു 5000 രൂപ പെർഫ്യൂം നീ എനിക്ക് അത് 700 രൂപ പെർഫ്യൂം നമ്മള് മാക്സിമം സ്റ്റുഡിയോ പോയി വാങ്ങിച്ചു. അതാണ് ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു അത് മതി, ഇത്രയും പൈസയുടെ സാധനത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചുകൂടെ എന്ന് വെച്ചു. എന്നിട്ട് അവൾ 5000 എന്ന് പറഞ്ഞാൽ അതെ 10,000 ആദ്യം ഞാൻ പറയും ഇഷ്ടപ്പെട്ടാടാ? അടിപൊളി, താങ്ക്സ് എടാ. കണ്ണാടി പോയപ്പോ നിന്റെ മുഖത്ത് ഞാൻ വിഷമം കണ്ടതാ. ഞാൻ സ്പോയിലർ അല്ലേ? അതെ ഞാനും കണ്ടു ചേട്ടാ വല്ലാണ്ട്. അല്ല അത് എന്താ വെച്ചാലേ സോനും ഞാനും കൂടെ 3 ദിവസം പോയിട്ടാണ് നമ്മളെ കണ്ണാടി വാങ്ങിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്കിൽ പോയി, ലുലുവിൽ പോയി, പിന്നെ ലുലുവിൽ പോയി ഒന്നും കിട്ടാതൊക്കെ വന്നിട്ടാ ഞാൻ കണ്ണാടി വെച്ചിട്ട് ഞാൻ സോനിന്റെ അടുത്ത് പറഞ്ഞു, സോനു കണ്ണാടി പോയാടാൻ പറഞ്ഞു. സോനു ഇത്രയും ദൂരം ഇത്ര നമ്മൾ മെനക്കെട്ട് കണ്ണാടി കളഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ജീവൻ പോവാനുള്ളായിരുന്നു, അതായത് കണ്ണാടിയാണ് പോയെന്ന് പറഞ്ഞു. മിഷൻ അക്കോംപ്ലിഷ്. വലിയമ്മ കൂളിംഗ് ഗ്ലാസ് കിട്ടിയിരുന്നു. സന്ദീപിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കുറെ നാളായിട്ട് അവൻ പെർഫ്യൂം വേണം എന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. നോക്കിയടാ അത് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു. അത് ആരും നോക്കടായിരിക്കും. നിന്റെ പേരും ഉണ്ട്, കസ്റ്റമൈസ്. മണം ഇഷ്ടപ്പെട്ടാ നോക്കിയടാ. നീ എത്ര സന്ദീപ് ഒരുമാതിരി വാട്ടർ ഫൗണ്ടൻ കണക്ക് വിയർക്കണത്. എടാ അത് ഊതാനടാ. ഇഷ്ടപ്പെട്ടാടാ? എടാ ഇത് ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ സന്ദീപേട്ടാ, ഫോട്ടോ അത് കാണിച്ചു. അതൊക്കെ നമ്മള് ചെയ്യിപ്പിച്ചിറക്കിയടാ. സന്ദീപ് എന്ന് പേരും ഉണ്ട്. അപ്പൊ ഇത് തീരെയാണെങ്കിൽ നീ പറയുകയാണെങ്കിൽ അവിടെ നിനക്ക് റീഫിൽ ചെയ്ത് തരും. എത്ര വേണോ ഉപയോഗിക്കാം. അപ്പൊ നീ ഇനി പെർഫ്യൂം തീർന്നു പോകുന്നുള്ള ടെൻഷൻ വേണ്ട എനിക്ക്. അപ്പം സെറ്റ്. മിഷൻ അക്കോംപ്ലിഷ്ഡ്. ഓഫ് ടു യു സ്റ്റോറി ടെല്ലിംഗ് കിഴങ്ങ. എന്തൊരു കിഴങ്ങാണ് കിഴങ്ങ. നിന്റെ മറ്റേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ വലിയ ആളായ ഉണ്ടല്ലോ. ഓക്കെ, ബാക്ക് ടു ദ മെയിൻ സ്റ്റോറി ലൈൻ. അപ്പോ എനിക്ക് സനുബ്രോയും ശരുവും കണ്ണനും നാരായണൻകുട്ടിയും എന്ന് പറഞ്ഞാൽ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഗിഫ്റ്റുകൾ തന്ന കേസ്. ആ ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ആണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഞെട്ടിയതോ ഞെട്ടി, പക്ഷേ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്പർ 1 ഗിഫ്റ്റ് ഫ്രം അവർ ഓൺ നാരായണൻകുട്ടി. നല്ല ഭംഗിയുള്ള ഞാൻ ഇടണ മോഡല് ഒരു ഷർട്ട് കേസ്. ഓക്കെയാണ്, നല്ല ഭംഗിയില്ലേ? കണ്ടാ അടിപൊളിയല്ലേ ഗൈസ്? അപ്പൊ നാരായണൻകുട്ടി, ഐ ലവ് യുടാ. നിനക്കൊരു സ്പെഷ്യൽ ഷോട്ട് ഔട്ട്. താങ്ക് യു സോ മച്ച് നാരായണൻകുട്ടി. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് സുഹൃത്തുക്കളെ ശരണ്യ നന്ദകുമാർ, എന്റെ ഇത് വേറെ കേട്ടോ. ശരണ്യ നന്ദകുമാർ എനിക്ക് ന്യൂ ബാലൻസിന്റെ ഒരു ഷൂ
എന്റെ മോനെ ഗൈസ്, ഇത് ഞാൻ ഇതുവരെ ന്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എന്റെ ആദ്യത്തെ ന്യൂ ബാലൻസിന്റെ കാഷ്വൽ ഷൂസ് ആണ് ഇത്. റണ്ണിങ് ഷൂസ് അല്ല, നല്ല ഗ്രിപ്പൊക്കെ ഉള്ള കാഷ്വൽ ഷൂസ് ആണ്. നല്ല രസമുള്ള ഒരു വൈറ്റും ബ്ലൂവും കൂടെ ഒക്കെ ഉള്ള ഒരു കളർ ഗൈസ്. ഇട്ടോണ്ട് നടക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ന്യൂ ബാലൻസ് നല്ലൊരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പൊ ഇത് ശരണ്യയുടെ ഗിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ, എന്റെ ചങ്കിടുപ്പുമായ കണ്ണനളിയനും അവന്റെ ധർമ്മപത്നി പിപിയും കൂടെ എനിക്ക് തന്നിരിക്കുകയാണ് ഇൻസ്റ്റാക്സ് മിനി ഇവോ പ്രീമിയം എഡിഷൻ പോളറോയിഡ് ക്യാമറ. ഗൈസ്, ഞാൻ സനുബ്രോയ്ക്ക് കൊടുത്തതിന്റെ പ്രീമിയം എഡിഷൻ ആണിത്. ഇത് ഗൈസ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ സനുബ്രോയ്ക്ക് അന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ഇത് പക്ഷേ ഇപ്പം ഒരു ഓവർ ചെലവാണല്ലോ എന്ന് കരുതി ഞാൻ ഇത് വാങ്ങാതെ വെച്ചിരുന്നതാണ്. പക്ഷേ ഗൈസ്, അവൻ എന്റെ മനസ്സറിഞ്ഞ് എനിക്കിത് ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ എന്റെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന എന്റെ ധർമ്മപത്നിയുടെ കൈയുണ്ട്. കുഞ്ഞ്, എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷനിലോട്ട് വന്നത്? ബാക്കിയെല്ലാം ഉണ്ട്. എല്ലാരും ചോദിക്കണം എന്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ട്. പക്ഷേ അല്ല, കണ്ണൻ ചേട്ടൻ കൊറേ എന്നോട് ചോദിച്ചു അവൻ എന്ത് വേണം എന്തെങ്കിലും പറയണുണ്ട്. അപ്പൊ പെട്ടെന്ന് എനിക്കിത് ഓർമ്മ വന്നു. ആണോ? കിണ്ണ സാധനമാണ് ഗൈസ്. ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇത് യൂസ് ചെയ്യണതും കാര്യങ്ങളും ഇതിന്റെ ഫോട്ടോ എടുക്കണതും സെറ്റപ്പും ഒക്കെ ഞാൻ പിപി പൂപ്പൂല ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാം കേട്ടാ പിന്നീട്. പക്ഷെ ഇത് ഭയങ്കര രസമുള്ള സാധനമാണ് ഗൈസ്. കണ്ണാളിയ, താങ്ക് യു ഫോർ ദിസ് വിന്റേജ് മൂഡിലുള്ള ഇൻസ്റ്റാക്സ് പോളറോയിഡ് ക്യാമറ. ഇവിടെ നിന്നാണ് ഗൈസ് പ്രിന്റ് ഒക്കെ പറഞ്ഞത്. ഫോട്ടോ എടുക്കും പ്രിന്റ് എടുക്കും. അതിനെ പറ്റിയുള്ള കഥ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പ്രിന്റ് അത്ര ചീപ്പല്ല. ഓക്കെ, ഓഫ് ടു നെക്സ്റ്റ് ഗിഫ്റ്റ്. സുഹൃത്തുക്കളെ, എന്റെ സനുബ്രോ എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നു അഡിഡാസിന്റെ ഒരു കിടുക്കാച്ചി. അഡിഡാസ് അഡിസീറോ ഈവോ SL MAM എന്തിനാണെന്തോ. ബട്ട് ഒരു റണ്ണിങ് ഷൂസ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പറഞ്ഞത്, ഫെദർ ലൈറ്റ് ആണ് ഗൈസ്. ലൈറ്റ് വെയിറ്റ്, ഭയങ്കര രസമുള്ള ഷൂ. ഇത് ഓടിക്കഴിഞ്ഞാൽ കാലിന് പോലും അറിയില്ല കാലിനകത്ത് ഷൂ ഉണ്ടെന്ന്. അത്ര സ്മൂത്ത് ഉണ്ണം കാച്ചിയ സാധനം ഗൈസ്. ഒരു റണ്ണർ എന്നുള്ള രീതിയിൽ ഇതെനിക്ക് ഭയങ്കര വലിയ ഒരു തോട്ട്ഫുൾ ഗിഫ്റ്റ് ആണ് സനുബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിംഗ് ഗിഫ്റ്റ്. സനുബ്രോ മാത്രമല്ല, എനിക്ക് ഈ ഗിഫ്റ്റുകൾ തന്ന എല്ലാ ചങ്കുകളും. പിന്നെ ആ പെയിന്റിങ് ഉണ്ടായ എന്റെ വർഷയുടെ, അതും എന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പയ്യുന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. പറഞ്ഞാൽ അബ്സ്ട്രാക്ട് മൂഡാണ്. ഇവിടെ ഇരിക്കുന്ന പെയിന്റിംഗ് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം അബ്സ്ട്രാക്ട് മൂഡ് പിടിച്ചിട്ടുള്ള കളർഫുൾ പെയിന്റിംഗ് ആണ്. അപ്പൊ ആ മൂഡ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ റൂമിൽ തൂക്കി. പിന്നെ ഗൈസ്, ഇത് എനിക്ക് ബിബിൻ ജോർജ് തന്ന ഗിഫ്റ്റ് ആണ്. ഇതും പിന്നെ മഞ്ജു ചേച്ചി എനിക്ക് ഒരു ആറ്റ സർപ്രൈസ് തന്ന ഗൈസ്. അതും കൂടെ ചേർത്ത് നാളത്തെ ഒരു വീഡിയോയിൽ ഒരു യമണ്ട സാധനം വരുന്നതാണ്. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോ ഇത് ഞാൻ വന്നപ്പോ ഓടുമ്പോൾ ഷൂ അഴുക്കാവുമെന്ന് പേടി വേണ്ട, ഡെയർ ടു ഡ്രീം എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നത്. അപ്പൊ ഇത് എനിക്ക് ഒരു ഷൂ ക്ലീനിങ് സെറ്റപ്പ് ആയിരിക്കും. അപ്പൊ ഇതും നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ നമ്മുടെ ഷൂവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോ അതായിരുന്നു ഗൈസ് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. ഇത്രയും നമ്മളെ കെയർ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാര് ലൈഫിലുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. ഇത് എനിക്ക് എന്റെ നന്ദോളിയൻ തന്ന ഗിഫ്റ്റ് ആണ്. അവർ അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ബാഗ്. ഞാൻ എന്റെ നീല ബാഗ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു എന്റെ വ്ളോഗ് കരിയർ തുടങ്ങിയ സമയത്ത് ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ എനിക്ക് പുതിയൊരു ബാഗ് കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ഇതൊക്കെ തൂക്കി നടക്കും കേട്ടോ. കുറച്ചാണ് ഇത് ടെക് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ ബാഗാണ്. പവർ ബാങ്ക് ഒക്കെ കുത്തിയിട്ട് പുറത്തോട്ട് കറണ്ടൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതും വേണമെങ്കിൽ ഞാൻ പിപി പോയി കാണിച്ചു തരാൻ കഴിയും. അപ്പൊ ഇതായിരുന്നു ഗൈസ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ്. ഇനി നറേറ്റീവ് കാർത്തിക്കിലോട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നു. ഓഫ് ടു യു നറേറ്റീവ് കാർത്തിക്. താങ്ക് യു സോ മച്ച് അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്ന മാന്യനായ കാർത്തിക. കാരണം നിന്റെ ട്രാൻസ്ലേഷൻ മാന്യമായിരുന്നു. ഐ ലൈക്ക് യു. നീ നീല ഉടുപ്പൂട്ട് ഭയങ്കര സുന്ദരനുമായിരുന്നു. അത് നിന്റെ അൺബോക്സിംഗ് പൊളിവായിരുന്നു ഗൈസ്. അങ്ങനെ ഇത്രയും ബർത്ത്ഡേ സർപ്രൈസ് കിട്ടി ഹാപ്പി കുട്ടപ്പനായിട്ട് ഞാൻ നിൽക്കുകയാണ് ഗൈസ്. നാളെ ആക്ച്വലി ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ആക്ച്വലി ഈ സർപ്രൈസുകളൊക്കെ കിട്ടുന്നതിന് ഏകദേശം ഒരു 20 ദിവസം മുന്നേ എനിക്ക് കിട്ടിയ സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ച അതായത് എന്നെ ഭീകരമായിട്ട് ഞെട്ടിച്ചത് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള വ്ളോഗിങ്ങിന്റെ ഗതി തന്നെ കുറച്ച് ചേഞ്ച് ആക്കുന്നതുമായിട്ടുള്ള ഒരു സർപ്രൈസ് വീഡിയോ നാളെ വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ, അതായത് എൻ്റെ ബർത്ത്ഡേ ഗൈസ്,
ഇത് ഇപ്പോൾ വ്ളോഗ് തുടങ്ങിയിട്ട് 9ാമത്തെ വർഷമാണ്. അപ്പോൾ 9 വർഷം ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ മാത്രമല്ല, നിങ്ങളോടൊപ്പം കൂടിയാണ്. യു ഗൈസ് ആർ ഓൾസോ മൈ ഫാമിലി. എനിക്ക് വിഷമം വന്നപ്പോഴും എനിക്ക് സങ്കടം വന്നപ്പോഴും എൻ്റെ ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. ആൻഡ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ താങ്ക് യു ഓൾ ഗൈസ് സോ മച്ച്. ഈ വീഡിയോയുടെ താഴെയും എനിക്ക് ഇൻസ്റ്റഗ്രാമിലും എനിക്ക് എവിടെയൊക്കെ ബർത്ത്ഡേ വിഷ് പറയുന്നോ അവിടെ എല്ലാം ചേർത്ത് ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു സോ മച്ച്. ഈ ബർത്ത്ഡേ വിഷസും ഈ വീഡിയോസും ഈ ബഹളോ കോലാഹലോ ഒക്കെ കണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും നടക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ ജീവിതത്തിൽ അറ്റ് സ്റ്റേജ് ഞാൻ എത്തി. എൻ്റെ ചുറ്റുപാടുള്ളവരൊക്കെ കുറച്ച് ഫൈനാൻഷ്യലി വെൽ ഓഫാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർ നമ്മൾ അങ്ങനെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഗിഫ്റ്റിലല്ല കാര്യം, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വിഷിലല്ല കാര്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സെൽഫായിട്ട് ഹാപ്പി ആണോ അല്ലയോ എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. വിഷുണ്ടോ വിഷില്ലേ? എൻ്റെ ബർത്ത്ഡേ ആരും ഓർക്കാത്ത എത്രയോ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുമില്ല, ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രം, അന്ന് എനിക്ക് ജീവിതത്തിൽ എന്തുണ്ടായിരുന്നോ ഐ വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് എന്തൊക്കെ തന്നോ ഐ ആം ഓൾസോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നമുക്ക് നല്ല ആരോഗ്യമുണ്ടോ? നമുക്ക് 3 നേരം ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ ഗൈസ്? അതിൽ ഫോക്കസ് ചെയ്യുക. വിഷ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒക്കെ അത് ജീവിതത്തിൽ അങ്ങോട്ടേക്കറ്റം മാറിക്കൊണ്ടിരിക്കും. അതിൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈയോ ആവാൻ പാടില്ല, ഒരുപാട് ലോവോ ആവാൻ പാടില്ല. നമ്മളൊരു മീഡിയത്തിൽ അങ്ങ് പോകണം ഗൈസ്. ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ കമൻറ്റ് എല്ലാ വർഷവും വരും. ഞാൻ വീണ്ടും പറയാണ്, ഗിഫ്റ്റിലല്ല കാര്യം, ഗിഫ്റ്റിൻ്റെ സൈസിലല്ല കാര്യം, ഗിഫ്റ്റിൻ്റെ വലിപ്പ ചെറുപ്പത്തിലല്ല കാര്യം. നമ്മളെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ഈ കേക്ക് മുറിക്കുന്ന സെറ്റപ്പുകളൊക്കെ വരുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിലോട്ടൊക്കെ. അപ്പോൾ അന്ന് ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും കൂടെയൊക്കെ ചേർന്ന് ഒരു നിലവിളക്ക് കത്തിച്ചു, ഒരു പ്ലം കേക്ക് വാങ്ങിച്ച് തിന്നുകയും ചെയ്തു. ഇറ്റ് വാസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ എൻ്റെ ജീവിതത്തിലെ. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹ്യൂജ് തിങ്സ്, ഇറ്റ്സ് അബൌട്ട് വാട്ട് വി ഹാവ്. നമുക്ക് എന്താണ് കയ്യിലുള്ളത് എന്ന് തിരിച്ചറിയൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും. നമ്മുടെ ഗോളുകളൊക്കെ അങ്ങ് ആകാശം മുട്ട വെക്കുക ഗൈസ്. എന്നിട്ട് എന്താണോ നമ്മുടെ ഉള്ളതിൽ അതിൽ ഹാപ്പി ആയിരിക്കുക. ഐ നോ ഫോർ എ ഫാക്ട് യു വിൽ ബി ഹാപ്പി. താങ്ക് യു ഗൈസ് ഫോർ ബീയിങ് വിത്ത് മീ ഓൾ ദീസ് ഇയേഴ്സ്. ലവ് യു ഓൾ. ഡെയർ ടു ഡ്രീം. നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ 1-2 വരുന്നതായിരിക്കും. പക്ഷെ വീഡിയോസ് ഉണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. 33 വർഷം തികഞ്ഞ് എനിക്ക് നിങ്ങളെല്ലാവരും തരുന്ന ഈ സ്നേഹം മാത്രം മതി. ആൻഡ് ലവ് യു ഓൾ സോ മച്ച്. 33ാമത്തെ അല്ലെങ്കിൽ 32ാമത്തെ വയസ്സ് എനിക്ക് ഭയങ്കര നല്ലൊരു വർഷമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2 ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാൻ പോയി. ടെലിവിഷനിൽ അത്യാവശ്യം നല്ല റേറ്റിങ്ങോടുകൂടി നമ്മുടെ ഷോ പോകുന്നുണ്ട്. നമ്മൾ ഈ വർഷം പകുതി, അതായത് 365 ദിവസം നമ്മൾ ഡെയിലി വ്ലോഗ് കംപ്ലീറ്റ് ചെയ്ത് 1 മാസത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഞാൻ വളരെയധികം ആഗ്രഹിച്ച് ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. 33ാമത്തെ എൻ്റെ ഈ വർഷമായിരിക്കും അത് പൂർത്തിയാവുന്നത്. ദൈവത്തിന് നന്ദി, എൻ്റെ ഓഡിയൻസിന് നന്ദി, ഇഷ്ടപ്പെടുന്നവർക്ക് നന്ദി, ഈ പ്രപഞ്ചത്തോട് നന്ദി. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും എന്നല്ലേ ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളിത് കാണുന്ന ദിവസം സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ സീരിയൽ അവാർഡ്സിൽ, അതായത് സൈമ അവാർഡ്സ് ഇല്ലേ, അതിൻ്റെ ടെലിവിഷൻ അവാർഡ്സിൽ എനിക്ക് ബെസ്റ്റ് എൻ്റർടൈനർ ഫ്രം കേരള എന്നുള്ള അവാർഡ് കാറ്റഗറിയിൽ നോമിനേഷനുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈദരാബാദിൽ നിൽക്കുകയാണ്. അതാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ബ്രോയെ കണ്ടത്. ഒന്നും കൂടെ പറയാനുള്ളൂ, ഡെയർ ടു ഡ്രീം. വീഡിയോ ഓണായി. ബ്ലൂപ്പർ